യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ ദിവസങ്ങളെയും ഓർത്ത് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ക്രിസ്തുമസിനായി അടുത്ത ഒരുക്കം നടക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഒരു പ്രത്യേക നിയോഗം സമർപ്പിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ പലവിധ കാരണങ്ങളാൽ പെട്ടുകിടക്കുന്നവരുണ്ട്. ഒന്ന് രക്ഷപ്പെടാൻ കഴിയാതെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്ന ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് പ്രാർത്ഥിക്ക്. അത്ഭുതം പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം, അത്ഭുതങ്ങൾ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഴമേറിയ ബോധ്യത്തോടെ ആ പ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യും. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യത്തെ, ഒരാഗ്രഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്നത് ഒരനുഗ്രഹമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ആ വചനങ്ങളിൽ മുഴങ്ങുമ്പോൾ, ആ ഭവനങ്ങളിൽ ആ വചനം മുഴങ്ങുമ്പോൾ അതൊരു ഇഫക്റ്റ് ഉണ്ടാക്കും, ഒരു ഫലമുണ്ടാക്കും, ഒരു റിസൾട്ട് ഉണ്ടാക്കും. ഒരു മനുഷ്യൻ അറിയാതെയാണ് ഒരു ഉറക്ക ഗുളിക കഴിച്ചു പോയതെങ്കിലോ, ഒരു ഉറക്ക ഗുളിക അറിയാതെ കഴിച്ചു പോയി, അറിയാതെയാണ് ആ ഗുളിക മെഡിസിൻ കഴിച്ചതെങ്കിലും ആ ശരീരത്തിൽ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. ഇതുപോലെ തന്നെ നമ്മൾ ആഗ്രഹത്തോടെ ആയിരിക്കാം, ആഗ്രഹത്തോടെ അല്ലായിരിക്കാം ഈ വചനം കേൾക്കുന്നത്, ആ വീട്ടിൽ മുഴങ്ങുന്നത്. അതിൻ്റെ ആ വചനത്തിൻ്റെ ശക്തി, ആ വചനത്തിൻ്റെ റിസൾട്ട്, ആ വചനത്തിൻ്റെ ഇഫക്റ്റ് ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവവചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 15 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഞാൻ ഈ വാക്യം വായിച്ചത്, ആ കുഞ്ഞ് കരഞ്ഞത് ലോകത്തിലെ ഒരു മനുഷ്യരും ഒരു വ്യക്തിയും കേട്ടു എന്നല്ല, ദൈവം കേട്ടു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. പല സങ്കടങ്ങളും ആരും കണ്ടു എന്ന് വരില്ല, പലരും മനസ്സിലാക്കി എന്ന് വരില്ല, പലരും അതനുസരിച്ച് നമ്മളോട് പ്രവർത്തിച്ചു എന്നും വരില്ല. ആരും കണ്ടില്ലെങ്കിലും ആ വിഷമങ്ങളും ആ സങ്കടങ്ങളും ദൈവം കാണുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സങ്കടങ്ങളിൽ എന്നോട് ചേർന്നിരിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നൊരു ദൈവമുണ്ട്. മരുഭൂമിയിൽ ഒരു കുഞ്ഞ് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിൽ കരഞ്ഞത്
സ്വർഗം കേട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗം കേട്ടു. ഒരമ്പെയ്ത്ത് ദൂരം അമ്മ ഇരിപ്പുണ്ട്, അമ്മ കേട്ടു എന്നല്ല. ഒരമ്പെയ്ത്ത് ദൂരം അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ ആരാണ് അമ്മയേക്കാൾ കൂടുതൽ അടുത്തുണ്ടായിരുന്നത്? ദൈവ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ബന്ധങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, സ്വന്തമുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ അടുത്ത് ദൈവ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ചലിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നിടപെടുന്നൊരു ദൈവമുണ്ട്. ദൈവം പ്രവർത്തിക്കും. ചില അത്ഭുതങ്ങളെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. പ്രാർത്ഥിച്ച ആ കുഞ്ഞിന് വേണ്ടി സ്വർഗം ഇടപെട്ടു. ഇനി അടുത്തൊരു ഭാഗമാണ് 19 വാക്യം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു കിണർ കണ്ടു. ഉറവയുള്ള ഒരു കിണറിനെ, ഒരു ഉറവയെ പ്രാർത്ഥനയ്ക്കുത്തരമായി അവരുടെ മുമ്പിൽ ദൈവം ആ മരുഭൂമിയിൽ തുറന്നു. ദൈവം തുറന്നു. എന്തിൻ്റെ ഉത്തരമായി? കണ്ണുനീരിൻ്റെ ഉത്തരമായി, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായി അവിടെ ഒരു ഉറവയെ തുറന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ദൈവം തുറന്ന ഈ ഉറവ. ഈ ഉറവ നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ എവിടുന്ന ഉറവ? മഴ പെയ്ത് അത് അധികമാകുമ്പോഴാണ് ഉറവകൾ ഉണ്ടാവുക. മരുഭൂമിയിൽ എവിടെയാണ് ഉറവ? ഇതൊരു അടയാളമാണ്, ഇതൊരു സൂചനയാണ്, ഇത് നമുക്കൊരു പാഠമാണ്. പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ സാധ്യതകളൊന്നുമില്ലേലും, ഒരു സാധ്യതയും ബുദ്ധി കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലേലും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ ചില ഉറവകളെ തുറക്കാൻ പറ്റും. കണ്ണ് കണ്ടിട്ടില്ല, കാതു കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ആരും കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. ആരും ഇന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലായിരിക്കാം ഇങ്ങനെയൊക്കെ ദൈവം ഇടപെടുമെന്നുള്ളത്. പക്ഷെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തിരിക്കും, അടയാളങ്ങളെ ചെയ്തിരിക്കും, ദൈവപ്രവർത്തികൾ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ വർഷം ജനുവരി മാസം 2026 ജനുവരി മാസം മുതൽ, അതായത് ജനുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ്, അന്ന് മുതൽ ഫെബ്രുവരി 6-ാം തീയതി വരെ, വെള്ളിയാഴ്ച വരെ, ഏകദേശം ഒരു മാസം കുട്ടികൾക്കായി പ്രാർത്ഥിക്കുകയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു മാസം പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹങ്ങൾ പല വിധത്തിലും ഞങ്ങൾക്കറിയാനും കേൾക്കാനും ഇടവന്നു. അതിനാധാരമായി എടുക്കുന്ന വചനം 1 സാമുവേൽ 26-25 ആണ്. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ആ ഒരു വചനമാണ്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞായിരിക്കാം, 8-ൽ പഠിക്കുന്ന ആളായിരിക്കാം, 10-ലായിരിക്കാം, +1 +2 ആയിരിക്കാം, ഡിഗ്രി ആയിരിക്കാം. പരീക്ഷയ്ക്കെല്ലാം ഒരുങ്ങുന്ന സമയമാണ്, ഇൻ്റർവ്യൂ പാസ്സാകുന്ന കാര്യമായിരിക്കാം. അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകാൻ, സ്വഭാവരൂപീകരണം സംഭവിക്കാൻ, അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു ഫോം തയ്യാറാക്കുന്നുണ്ട്. അവരുടെ പേര്, അവരുടെ നിയോഗം, അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ ആലയത്തിൽ സമർപ്പിക്കും, അതിൻ്റെ മറുഭാഗം നിങ്ങളുടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കുന്നവർ അവരുടെ വീടുകളിലും അത് വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു മാസം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജനുവരി 5 തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വരെ. നമുക്കേറെ സാധ്യമായ എല്ലാവരോടും അറിയിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ക്രിസ്മസിനായി അടുത്ത ഒരുക്കം നടത്തുന്ന ഈ സമയത്ത്, സാഹചര്യത്തിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. സന്തോഷമുള്ള, ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ കഴിവുള്ള
അനുഗ്രഹമുള്ള ദിവസങ്ങളായിരിക്കട്ടെ. നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ, നല്ല കൂട്ടായ്മയുണ്ടാകട്ടെ, പരസ്പര സ്നേഹം വർദ്ധിക്കട്ടെ, ദൈവസ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. എല്ലാ തരത്തിലുള്ള മാരക രോഗപീഠകളിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല ആധിപത്യങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വ്യാഴാഴ്ച ഡിസംബർ മാസം 25 ആയതിനാൽ അന്ന് ധ്യാന ശുശ്രൂഷകൾ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ 26 വെള്ളിയാഴ്ചയാണ് പതിവ് പോലെയുള്ള ശുശ്രൂഷകൾ രാവിലെ 5:30 മുതൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണാം. കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ സൂക്ഷിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.